എങ്ങനെയാണ് മഹാഭാരതം ഉണ്ടായത്? മഹാഭാരതത്തിൻ്റെ പേര് താരതമ്യേന പുതിയ പേരാണ്. ഇതിന് മുൻപത്തെ പേര് ജയം എന്നുള്ളതായിരുന്നു. ആ ജയത്തിൽ വെറും 91 ശ്ലോകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും 2000 ശ്ലോകങ്ങളുള്ള കുറേ കൂടി വലിയ ജയമാകുന്നു. 2400 ശ്ലോകങ്ങളാകുന്നു, 8000 ശ്ലോകങ്ങളാകുന്നു, 12000 ശ്ലോകങ്ങളാകുന്നു, 25000-ലധികം ശ്ലോകങ്ങളാകുന്നു. ഇപ്പം മഹാഭാരതം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ശ്ലോകങ്ങളും പിന്നെ അഡീഷണലായിട്ട് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ പല കാലങ്ങളിലായിട്ട് കൂട്ടിച്ചേർത്ത് കേട്ട കഥയും പറഞ്ഞ കഥയും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വന്നിട്ടുണ്ടാകും. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കഥ ഒരു പക്ഷേ സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു കുടുംബക്കാർ എന്തോ കാര്യത്തിന് സ്വത്തിന് വേണ്ടിയിട്ട് തമ്മിൽ തല്ലി ആ 2 കുടുംബത്തിലെയും മുഴുവൻ ആളുകളും മരിച്ചുപോയി എന്നുള്ളത് ഒരു മോറൽ സ്റ്റോറിയായിട്ട് ആളുകൾ പറഞ്ഞിരിക്കാം. കണ്ടോ, ആ കുടുംബക്കാരെ പോലെ ആയിരിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന കഥയോട് പിന്നീട് പല കാലങ്ങളായിട്ട് കൂടിച്ചേർന്നിട്ടാണ് അത് ഈ രീതിയിലേക്ക് വന്നിരിക്കുന്നത്.